Good morning, Miss. സുഖാണോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നാ? രണ്ടേ വായിച്ചു നോക്കി. ഗംഗ ചെയ്യോ? ഗംഗ ഒന്ന് മ്യൂട്ട് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊന്ന് വായിച്ചു നോക്കിയേ. 2 മിനിറ്റ്. അത് കഴിയുമ്പോ മിസ് ചോദ്യം ചോദിക്കും. ചാപ്റ്റർ റേഡിയോളജി, 22ാമത്തെ ചാപ്റ്റർ. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? അശ്വതി അജീഷ് എന്ന് പറഞ്ഞേ. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? അശ്വതി അജീഷ്. അശ്വതി ഉണ്ടാ? ജോഷ്നി ഒന്ന് പറഞ്ഞേ. ജോഷ്നി. ജോഷ്നി ഉണ്ടാ? രേഷ്മ എന്ന് പറഞ്ഞേ. രേഷ്മ. എസെൻഷ്യൽ പാർട്ട് ഓഫ് എസെൻഷ്യൽ പാർട്ട് ഓഫ്. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ആ പാരഗ്രാഫില്? പറഞ്ഞോ ഫാത്തിമ, കറക്റ്റ് ആണ്. പറഞ്ഞോട്ടെ. പറഞ്ഞോ. റേഡിയോളജി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജി ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഒരു ചിത്ര ഇതാണ്. To visualize and body part of tissue of organs for using in the medical diagnosis ആണ്.
ഏതൊക്കെ ടെക്നോളജീസാ യൂസ് ചെയ്യുന്നത്? ടെക്നോളജീസ് ഏതൊക്കെയാണ് ഇമേജിംഗ് ടെക്നോളജീസ്? അൾട്രാസൗണ്ട്, അൾട്രാസൗണ്ട്, CT സ്കാനിങ്, എക്സ്റേ, ഓക്കെ, MRI ഒക്കെയാണ് ഇത്. പിന്നെ അത് എക്സ്റേ എന്ന് പറയുന്നത് റാപ്പിഡ് ടെസ്റ്റ്. സുഷ ഒന്ന് പറഞ്ഞേ എക്സ്റേ. സുഷ ഒന്ന് പറഞ്ഞേ എക്സ്റേ എന്താണ് പഠിച്ചത് നമ്മള്? X-ray is a rapid pain free procedure. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. That is done to created images of the structure within the body, peculiarly their bones. എല്ലുകളുടെ പ്രത്യേകമായിട്ട് എല്ലുകളുടെ പ്രവർത്തനം. ഓക്കെ, ഇനി എന്താണ് അൾട്രാസൗണ്ട്? ഹസ്ന എന്ന് പറഞ്ഞേ എന്താണ് അൾട്രാസൗണ്ട്? ഹസ്ന അഷ്റഫ്. ഹസ്നേണ്ടോ? സമീന, ഷെമീന ഒന്ന് പറഞ്ഞേ. ഷെമീന. അൾട്രാസൗണ്ട് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ് വെച്ച് ഇന്റേണൽ ഓർഗൻസിന്റെ സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഇമേജസ് മേക്ക് ചെയ്യുന്ന മെത്തേഡാണ് അൾട്രാസൗണ്ട്. നോൺ ഫ്യൂട്ടസിന് അങ്ങനെയുള്ള ഇനാക്റ്റീവ് പ്രോസസ്സിനൊക്കെ അത് സേഫ് ആയിരിക്കും. ഫീറ്റസിന്. ഇനി എന്താണ് CT സ്കാൻ? CT സ്കാൻ റസിയ ഒന്ന് പറഞ്ഞേ എന്താണ് CT സ്കാൻ നമ്മൾ പറഞ്ഞത്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്നാണ് അതിന്റെ ഫുൾ ഫോം. കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളാണ്, അതിന്റെ ചിത്രങ്ങളാണ് നമുക്ക് അതിലൂടെ കിട്ടുക. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? CT സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. ഇത് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ചെയ്തിട്ടായിരിക്കും ഇത് ഈ CT സ്കാൻ നമ്മൾ എടുക്കുന്നത്. പിന്നെ എക്സ്റേ മെഷർമെന്റ്സ് ടേക്കൻ, അതായത് നമ്മുടെ ഒരു എക്സ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു പാർട്ടിനെ മാത്രമേ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ CT സ്കാൻ ആണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് നമുക്ക് ഇമേജസ് കിട്ടും. അതായത് 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഇമേജസ് കിട്ടും വിത്തൗട്ട് കട്ടിങ്. പിന്നെ കോസ്റ്റ് എങ്ങനെയായിരിക്കും? കുറച്ച് കൂടുതലാണ്. എന്താണ് MRI? രാധിക ഉണ്ടോ? സഞ്ജിത എന്താണ് MRI? മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും യൂസ് ചെയ്ത്. എന്താണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. MRI മാഗ്നറ്റിക് റിസോണൻസ് ഇമാജിനിങ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും കൂടെ കടത്തി വിട്ടിട്ടാണ് ഈ സ്ട്രക്ചർ എടുക്കുന്നത്. പിന്നെ 3 ഡയമെൻഷണൽ ആയിട്ടായിരിക്കും ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ബ്ലഡ് ക്ലോട്ടിന്റെ ഡാമേജസ് അല്ലെ ലിഗ്മെന്റ്സിനും ടെൻഡൻസിനും ഒക്കെ വരുന്ന ടോണ്, അങ്ങനെ അതർ സോഫ്റ്റ് ടിഷ്യൂസിന്റെ അബ്നോർമാലിറ്റിയും ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോൺ ഇൻവേസീവ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്താ പറഞ്ഞത്? രോഗങ്ങൾ ഐഡന്റിഫൈ മാത്രമാണ് ചെയ്യുന്നത്. CT സ്കാൻ, MRI സ്കാൻ ഒക്കെ വെച്ചിട്ട് രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതാണ് ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യും, അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്റർവെൻഷണൽ ജോബി എന്ന് പറഞ്ഞേ. ഇന്റർവെൻഷണൽ
റേഡിയോളജി എന്തൊക്കെയാ പഠിച്ചത്? ടോപ്പിക് ഇന്റർവെൻഷണൽ റേഡിയോളജി. ആരെങ്കിലും മിനിമൽ ഇൻവേഴ്സ് ചെറിയ ചെറിയ തരത്തിലുള്ള മുറിവുകളാണ് രോഗം കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കൈകളിലൂടെയാണ് ഇടുന്നത്. മിനിമലി ഇൻവേസീവ് ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് ടക്കീറ്റൽ എന്ന് പ്രൊവൈഡ് പറയുന്ന ചെയ്യുന്നുണ്ട്. കുഞ്ഞു ട്യൂബ് കടത്തിവിടും. രക്തക്കുഴലിലൂടെ കടത്തിവിട്ടും രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് മടങ്ങിയാണോ ഇരിക്കുന്നത്, ചുരുങ്ങൽ, ചതവുകൾ ഉണ്ടോ എന്ന്, ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. ഹാർട്ട് വരെ ഇത് പാസ് ചെയ്യുകയും ചെയ്യും. ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോണേണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. മിസ് രണ്ടാമത്തെ റേഡിയോളജി നമുക്ക് പറഞ്ഞുതരുമോ? ഇൻവെൻഷണൽ റേഡിയോളജി പറയാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അപ്പോ നമ്മൾ പഠിക്കണത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കിലെ രണ്ടാമത്തെ റേഡിയോളജിയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. റേഡിയോളജി ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകളില് ഒരു മിനിമലി ഇൻവേസീവ് അല്ലെ ചെറിയൊരു മുറിവ് കൈകളിലായിരിക്കും പ്രത്യേകിച്ചിരുന്നത്. ആ കൈകളിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? രോഗം കണ്ടുപിടിക്കുകയും രോഗികൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ പ്രൊസീജിയറിലൂടെയാണ് ഈ ഇന്റർവെൻഷണൽ റേഡിയോളജി നടത്തുന്നതെന്നാണ് ഈ 4 പോയിന്റിൽ പറയണത്. ഫസ്റ്റ് പോയിന്റ് ആണ് പറയണത് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ. ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? കൈകളിലൂടെ കത്തീറ്റർ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് ആണ്. കൈകളിലൂടെ ഒരു ചെറിയ മുറിവിട്ട് ഈ പ്ലാസ്റ്റിക് ട്യൂബ് അല്ലെ കത്തീറ്റർ എന്ന് പറഞ്ഞ ട്യൂബ് എന്ത് ചെയ്യുന്നു? കടത്തിവിടുന്നു. ഇതിൽ കൂടെ രക്തക്കുഴലുകളിലൂടെ കടത്തിവിടുന്നു. ഹൃദയം വരെ അത് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോ അവിടെ എന്തെങ്കിലും കൈകളിലൂടെ കടത്തിവിട്ട് ഹൃദയം വരെ എത്തുമ്പോൾ ആ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ട്രീറ്റ്മെന്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, ഞരമ്പുകൾ ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വികസിച്ചിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഫാറ്റുകൾ അടഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടോ, അതാണ് പറയുന്നത് ബ്ലോക്ക് എന്ന്. ഫാറ്റുകൾ അടഞ്ഞുകൂടിയിരിക്കുന്ന ആ പ്രക്രിയയാണ് പറയുന്നത് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ആൻജിയോഗ്രഫിയിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലൂടെ അങ്ങനെ ബ്ലോക്കുകളും ഞരമ്പുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് പറയുന്നത് ബയോപ്സി പ്രൊസീജിയർ. എന്താണ് ബയോപ്സി പ്രൊസീജിയർ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവുമല്ലോ. കേൾക്കാത്തവരങ്ങനെ ആരുണ്ടാവില്ലല്ലോ. ബയോപ്സി എന്ത് ട്രീറ്റ്മെന്റ് ആണ്? ബയോപ്സി ട്രീറ്റ്മെന്റ് ക്യാൻസർ അല്ലെ? ഓക്കെ. അപ്പൊ ക്യാൻസറിനാണ് ഈ ബയോപ്സി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുഴയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ മുഴയിൽ നിന്ന് കലകൾ എടുക്കും, കലകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? അവർ ടെസ്റ്റിനയക്കും. അങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ ആ ടെസ്റ്റിന് വിധേയമാക്കും ആ കലകൾ. അങ്ങനെ എന്താണ്? ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് ആ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. പിന്നെ എന്താണ്? പിന്നെ ക്യാൻസർ ഉള്ള ആൾക്കാരുടെ കലകളും എടുക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് ആ പ്രൊസീജിയറിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ അല്ലെ പേഷ്യന്റിന്റെ എന്തെങ്കിലും ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും എന്താണ് മുഴകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുഴകളിൽ നിന്ന് എന്ത് ചെയ്യും? ദ്രവമോ അല്ലെങ്കിൽ കലകളോ എടുത്തിട്ട് ടെസ്റ്റിന് അയക്കും. അങ്ങനെ ടെസ്റ്റിന് അയച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റിലൂടെ എന്ത് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനായിട്ട് ആ പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ക്യാൻസർ ഉള്ള വ്യക്തികൾക്കും ഇതുപോലെ ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്.
അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ക്യാൻസർ ആ വ്യക്തികളിൽ, ക്യാൻസറിന്റെ സെൽസ് ആ വ്യക്തികളിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബയോപ്സി പ്രൊസീജിയർ മനസ്സിലായില്ലേ? അപ്പോ രണ്ടാമത്തെ പ്രൊസീജിയർ ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയില് രണ്ടാമത്തെ പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാല് എന്താണ്, ആ മുഴകളിൽ നിന്ന് ദ്രവമോ അല്ലെങ്കിൽ ദ്രവം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ അതിനെ കുറിച്ച് വിവരിക്കണോ? ദ്രവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ നിങ്ങൾക്ക്. ദ്രവമോ കലകളോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റിനയക്കുന്നു. ടെസ്റ്റിനയച്ചിട്ട് എന്ത് ചെയ്യുന്നു? മൈക്രോസ്കോപ്പിലൂടെയാണ് അവർ ടെസ്റ്റ് നടത്തുന്നത്. ആ ടെസ്റ്റിലൂടെ ക്യാൻസർ സെൽസ് ആളുടെ ശരീരത്തിലുണ്ടെന്ന് ഉറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്താണ്, ആളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്, ക്യാൻസർ ഉള്ള ആളുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ട് ക്യാൻസർ സെൽസ് ആളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ടും ഇതുവഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ബയോപ്സി പ്രൊസീജിയർ മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്, തേർഡ് പ്രൊസീജിയർ ആണ് പറയുന്നത് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. എന്താണ് കാർഡിയാക് എന്ന് പറഞ്ഞാല്? അവയുടെ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? കാർഡിയാക്, ഹാർട്ട് അല്ലെ? വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത്. കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കത്തീറ്റർ, ഓക്കെ അല്ലേ? കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ആ സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബിനെയാണ് പറയുന്നത് കത്തീറ്റർ എന്ന്. അപ്പൊ എന്താണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സക്കാണ് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് ആരായിരിക്കും ചെയ്യുന്നത്? ആരായിരിക്കും ചെയ്യുന്നത്? ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് ആരായിരിക്കും? അറിയോ ആർക്കെങ്കിലും? കാർഡിയോളജിസ്റ്റ്. വെരി ഗുഡ്. കാർഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയോ? ഹൃദയ സംബന്ധമായ ചികിത്സകൾ നടത്തുന്ന ആ വിദഗ്ധനെയാണ് നമ്മൾ പറയുന്നത് കാർഡിയോളജിസ്റ്റുകൾ. അപ്പോ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പറയുന്ന കാര്യങ്ങളൊക്കെ ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കണേ. അപ്പോ എന്താണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത് കാർഡിയോളജിസ്റ്റുകളാണ്. ആരാണ്? കാർഡിയോളജിസ്റ്റുകളാണ്. പിന്നെന്താണ് പറഞ്ഞത്? ഹൃദയ സംബന്ധമായ ചികിത്സക്കാണ് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഒന്നാമത്തെ പറഞ്ഞ പോയിന്റ് എന്താണ്? കാർഡിയോളജിസ്റ്റുകളാണ് നടത്തുന്നത് ഈ പ്രൊസീജിയർ. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സക്കാണ് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത്. പിന്നെ ഒരു പേഷ്യന്റ്, അടുത്ത പോയിന്റ് ആണ് പറയുന്നത്. ഒരു പേഷ്യന്റ് ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റിന്റെ ഹൃദയത്തിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ബ്ലോക്കുകളുണ്ടോ, വാൽവുകൾ ചുരുങ്ങിയാണോ ഇരിക്കുന്നത് എന്നുള്ള ഫങ്ഷനുകൾ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ നോക്കാനായിട്ട് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു പേഷ്യന്റ് ഇപ്പോ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ടാണോ, നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ കറക്റ്റ് ഫങ്ഷനിലാണോ നടക്കുന്നത്? പിന്നെ എന്താണ്, വാൽവുകളൊക്കെ ചുരുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വികസിച്ചിരിപ്പുണ്ടോ, എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്നു. ഓക്കെ, തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെന്താണ്, വാൽവുകളൊക്കെ മാറ്റിവെക്കാനായിട്ട് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാൽവുകൾ മാറ്റിവെക്കാനായിട്ട് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഹൃദയത്തില് സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ ട്യൂബ് ഇടുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ട് മെറ്റൽ ട്യൂബ് ഇടുന്ന പ്രൊസീജിയർ കേട്ടിട്ടുണ്ടോ? ആ സ്റ്റെന്റ് പ്രൊസീജിയർ ഇടുന്നത് ഈ കാർഡിയാക് കത്തീറ്ററൈസേഷനിലൂടെയാണ്. ഓക്കെ, ബ്ലോക്കിന് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് മാറ്റാനായിട്ട് സ്റ്റെന്റ് അല്ലെ, സ്റ്റെന്റ് പ്രൊസീജിയർ. സ്റ്റെന്റ് എന്ന് പറഞ്ഞ ആ മെറ്റൽ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിന്റെ വാൽവുകളിൽ ഇടുന്നതിനെയാണ് സ്റ്റെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ അത് സ്റ്റെന്റ് എന്ന് പറഞ്ഞാല് ഒരു മെറ്റൽ ട്യൂബാണ് കേട്ടോ. അപ്പൊ ആ സ്റ്റെന്റ് ഇടുന്നതിനും ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ്. പിന്നെന്താ പറഞ്ഞ കത്തീറ്റർ വഴിയാണ് ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പ്ലാസ്റ്റിക് ടൈനി ട്യൂബാണ് കത്തീറ്റർ എന്ന് പറഞ്ഞാല്. കത്തീറ്റർ വഴിയാണ് ഈ പ്രൊസീജിയർ അല്ലെ. ഹൃദയത്തിന് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, വാൽവുകൾ ചുരുങ്ങിയാണോ ഇരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് വഴിയാണ് ചെയ്യുന്നത്? കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഇവയൊക്കെ ചെയ്യുന്നത്. പോയിന്റ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ. ഇങ്ങനെ കത്തീറ്റർ കടത്തിവിട്ട് ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് ഒരു ലാബ് ഉണ്ട്. ആ ലാബ് ആർക്കെങ്കിലും അറിയോ? ലാബിന്റെ പേരെന്താന്ന്? അതിനുള്ള മിഷൻസ് കാത്ത് ലാബ്. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഈ കത്തീറ്ററൈസേഷൻ ചെയ്യുന്നതിന് അതിന് മിഷൻസ് ഒക്കെ വെച്ചിട്ട് ഈ പ്രവർത്തനം നടത്തുന്നതിന് അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് ഒരു ലാബ് ഉണ്ട്. ആ ലാബിന്റെ പേരാണ് കാത്ത് ലാബ്. ഓക്കെ, എല്ലാവർക്കും അറിയാം കാത്ത് ലാബ് എന്താണ്, കത്തീറ്റർ എന്താണെന്നൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ കാർഡിയാക് കത്തീഡ്രൈസേഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാർഡിയോളജിസ്റ്റുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളുടെ പ്രൊസീജിയർ ആണ് നടക്കുന്നത്. പിന്നെന്താണ്, ഒരു രോഗി അല്ലെ, ഹോസ്പിറ്റലിലോട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആളുടെ ഹൃദയത്തിന്റെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെ, വാൽവുകൾക്കോ അല്ലെങ്കിൽ ഞരമ്പുകൾ രക്തധമനികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, രക്തധമനികൾ ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, എന്തെങ്കിലും ഫാക്റ്റുകൾ അടിഞ്ഞുകൂടിയിരിപ്പുണ്ടോ, എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? വാൽവുകൾ മാറ്റി വെക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്? കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ് ഈ വാൽവുകളൊക്കെ മാറ്റി വെക്കുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞ നമ്മള്? ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാല് സ്മോൾ പ്ലാസ്റ്റിക് ടൈനി ട്യൂബിനെയാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. ഈ കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഈ ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുപോലെ എന്താണ് കത്തീറ്റർ അല്ലെ, കത്തീറ്ററിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രവർത്തനം കത്തീറ്റർ കടത്തിവിട്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് ഒരു ലാബ് ഉണ്ട്. ആ ലാബിന്റെ പേരാണ് കാത്ത് ലാബ്. ഓക്കെ ആണോ? ഈ പോയിന്റ് ഒക്കെ ക്ലിയർ ആണോ? ഇനി പറയണോ മിസ്? ഇനി പറയണ്ട. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, പോയിന്റ് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മള് ലാസ്റ്റ് പ്രൊസീജിയർ ആണ് ഇത് ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാല്? അറിയോ? വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ അത്? ആർക്കും ചെയ്തിട്ടില്ലേ ആൻജിയോപ്ലാസ്റ്റി? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഈ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നത് അല്ലെ. കൈകളിലൂടെ ചെറിയൊരു മുറി വിട്ട് ഈ പ്ലാസ്റ്റിക് ട്യൂബ് ബ്ലോക്ക് മാറ്റാൻ തന്നെയാണ് കേട്ടോ. അപ്പോ എന്താണ് കത്തീറ്റർ കൈകളിലൂടെ ചെറിയൊരു മുറി വിട്ട് കത്തീറ്റർ കടത്തി വിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിന്റെ ആ നമ്മുടെ കൈകളിലെ ഞരമ്പ് തൊട്ട് ബോഡി ഫുള്ളുമുള്ള ഞരമ്പുകളിലൂടെ എന്ത് ചെയ്യുന്നു? ഹൃദയം വരെ ഇത് കടത്തിവിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ കത്തീറ്റർ കടത്തി വിടുമ്പോ അവിടെ എന്താണ്? അതിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപിലായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നീഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാവും. എന്താണ്? ഈ കത്തീറ്റർ കടത്തി വിടുമ്പോ അതിന്റെ ടോപ്പിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നീഡിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂചി അല്ലെ. നീഡിലും അതുപോലെ തന്നെ ഒരു ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് ഈ കത്തീറ്റർ നമ്മുടെ
രക്തക്കുഴലുകളിലൂടെ കടത്തിവിടുന്നത്. ഇങ്ങനെ കടത്തിവിടുമ്പോൾ ബ്ലോക്കുള്ള സ്ഥലം അത് ഐഡന്റിഫൈ ചെയ്യും. ബ്ലോക്കുള്ള സ്ഥലത്ത് അത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ബലൂൺ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഓക്കെ, വികസിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ആ സ്റ്റണ്ട് എന്ന് പറഞ്ഞില്ലേ, മിസ്, മെറ്റൽ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഈ ബലൂൺ വികസിക്കുമ്പോ രക്തക്കുഴലുകളുടെ ആ ഭിത്തികൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇങ്ങനെ വികസിക്കുമ്പോ അവിടെ സ്റ്റെന്റ് ഇടുന്നു, മെറ്റൽ ട്യൂബ് ഇടുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? രക്തം കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്യുന്നത്. അതാണ് ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, മനസ്സിലായ? ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ചെയ്യുന്നത് എന്താണ്? കത്തീറ്റർ കടത്തിവിടുന്നത് അല്ലെ. ഈ കത്തീറ്റർ കടത്തിവിടുമ്പോ കത്തീറ്ററിന്റെ ടിപ്പിലായിട്ട് അല്ലെ, മുകളിലായിട്ട് എന്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവും? നീഡിലും അതുപോലെ തന്നെ ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെ കത്തീറ്റർ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ രക്തക്കുഴലുകളിലൂടെ കടത്തി വിടുമ്പോ ബ്ലോക്കുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ബ്ലോക്കുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു? ബ്ലോക്കുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ രക്തക്കുഴലുകളുടെ ഭിത്തി എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ബലൂൺ ആ ബ്ലോക്കുള്ള സ്ഥലമാവുമ്പോൾ വികസിക്കുന്നു. അതുപോലെ അപ്പോ ബലൂൺ വികസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? രക്തക്കുഴലുകളുടെ ഭിത്തികളും കൂടെ വികസിക്കുന്നു. ഓക്കെ, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റെന്റ് ഇടുന്നു. സ്റ്റെന്റ് ഇടുമ്പോ ആ മെറ്റൽ ട്യൂബ് ഇടുന്നു. അങ്ങനെ ഇടുമ്പോ എന്ത് ചെയ്യുന്നു? രക്തക്കുഴലുകളുടെ എന്താണ്? വികസനം സംഭവിച്ച ബ്ലോക്ക് മാറി രക്തത്തിന്റെ ഫ്ലോ കറക്റ്റ് രീതിയിൽ പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ആൻജിയോപ്ലാസ്റ്റിയിലെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ് ബലൂൺ ഡൈലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ആൻജിയോപ്ലാസ്റ്റിയിൽ ഇങ്ങനെ 3 ബ്ലോക്കുകൾ മാത്രമേ ഇങ്ങനെ സ്റ്റെന്റ് ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് രീതിയിൽ പ്രൊസീജിയർ വഴി ചെയ്യാൻ പറ്റുള്ളൂ. 4ാമത്തെ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? ഓപ്പൺ സർജറി. ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടോ? ഓപ്പൺ സർജറിയെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈ PDF-ൽ തന്നിരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ആൻജിയോഗ്രഫിയിൽ പറഞ്ഞില്ലേ, ഐഡന്റിഫൈ കത്തീറ്റർ കടത്തിവിട്ട് ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇമേജ് എടുക്കുന്നു. അതാണ് അതിനകത്ത് വരുന്നത്. ആൻജിയോപ്ലാസ്റ്റിയിൽ വരുമ്പോ സ്റ്റെന്റ് ഇടുന്നു. ആ ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നു? ആ മെറ്റല് സ്റ്റെന്റ് എന്ന് പറഞ്ഞ മെറ്റല് ഘടിപ്പിച്ചിട്ട് ആ ബ്ലോക്ക് മാറ്റി രക്തത്തിന് കറക്റ്റ് രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി? അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ പറയുന്നത് 4 തരത്തിലുള്ള പ്രൊസീജിയറുകളെ കുറിച്ചാണ്. അപ്പോ എന്താണ് ഇന്റർവെൻഷനിൽ പറഞ്ഞത്? ചെറിയൊരു മുറിവ് അല്ലെ, ചെറിയൊരു മുറിവ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രോഗികളുടെ രോഗം ഡയഗ്നോസ് ചെയ്യുകയും കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ പ്രൊസീജിയർ വഴിയാണ് ചെയ്തത്? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി അല്ലെ. കത്തീറ്റർ കടത്തി വിട്ടിട്ട് കൈകളിലൂടെ ചെറിയൊരു മുറിവിട്ട് കത്തീറ്റർ കടത്തി വിട്ടിട്ട് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നു, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബയോപ്സി അറിയാലോ, ക്യാൻസർ, മെയിൻ ആയിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാൻസർ രോഗികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ദ്രവമോ അല്ലെങ്കിൽ കലകളോ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റിന് അയക്കുന്നു. അങ്ങനെ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിലൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കാർഡിയാക് കത്തീറ്ററൈസേഷൻ പറഞ്ഞു അല്ലെ. കാർഡിയാക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാല് ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഹൃദയ വിദഗ്ധനാണ് ഇതിൽ പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെന്താണ് ഹൃദയത്തിന്റെ ചികിത്സകളാണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു രോഗിക്ക് എന്തെങ്കിലും ഹൃദയത്തിന്റെ ഫംഗ്ഷനിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ ബ്ലോക്കോ ഞരമ്പുകൾ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും
പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ വാൽവുകൾ മാറ്റി വെക്കുന്നതിനും സ്റ്റെന്റ്, ആ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റെന്റ്, ആ മെറ്റൽ ട്യൂബ് ഇടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റേ കത്തീഡ്രൈസേഷൻ വഴിയാണ്. ആ പ്ലാസ്റ്റിക് ട്യൂബ് കൈകളിലൂടെ കടത്തിവിട്ടാണ് ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യുന്ന ലാബിനെ പറയുന്നതാണ് കാത്ത് ലാബ്. ഓക്കെ. ഇനി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാല് ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്നാണ്. ആൻജിയോപ്ലാസ്റ്റിയിലൂടെ എന്താണ് ചെയ്യുന്നത്? കത്തീഡ്രൽ തന്നെ കടത്തിവിട്ടിട്ടാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ കത്തീഡ്രൽ കടത്തി വിടുമ്പോ അതിന്റെ ടോപ്പിലായിട്ട് എന്തുണ്ട്? നീഡിൽ ഉണ്ടാവും, ബലൂൺ കെട്ടിച്ചിട്ടുണ്ടാവും. ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ ബലൂൺ എന്ത് ചെയ്യും? വികസിക്കുന്നു. അപ്പോ രക്തക്കുഴലുകളുടെ ആ ഭിത്തികളും വികസിച്ച് അവിടെ സ്റ്റെന്റ്, ആ മെറ്റൽ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ആ മെറ്റൽ ഇടുന്നതിലൂടെ രക്തം കറക്റ്റ് ഫ്ലോയില് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത റേഡിയോളജിയിലെ അടുത്ത ഇതാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ടു performing radiation-based therapy on cancer patients. High energy radiation utilized in the treatment destroys cancer cells and prevents them from proliferating. Thus, this process can either regulate the problem or can cure it entirely. എന്താണ് പറയുന്നത്? റേഡിയേഷൻ ഓങ്കോളജി ആർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്യാൻസർ പേഷ്യൻസിന്, അല്ലെ? ക്യാൻസർ പേഷ്യൻസിനാണ് ഈ റേഡിയേഷൻ ഓങ്കോളജി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? എന്താണ്? ഹൈ റേഡിയേഷൻ എനർജി ആണല്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ റേഡിയേഷൻ എനർജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ എന്തിനെ സഹായിക്കുന്നുണ്ട്? ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോലിഫറേറ്റിംഗ് മീനിങ് എന്താണ്? പടരുന്നത്. ഓക്കെ. വ്യാപിക്കുന്നത് അല്ലെങ്കിൽ വ്യാപനം എന്നൊക്കെ പറയാം. അപ്പൊ പ്രോലിഫറേറ്റിംഗിന്റെ മീനിങ് പടരുക അല്ലെങ്കിൽ വ്യാപിക്കുക, സ്പ്രെഡ് കേട്ടോ. അപ്പൊ എന്താണ്? ഈ ഇങ്ങനെ ഹൈ റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ ആ വ്യാപനം തടയുന്നതിനോ ഹെൽപ്പ് ചെയ്യുന്നു. Thus, this process can either regulate the problems or can cure it entirely. എന്താണ് ഈ പ്രോബ്ലം, അല്ലെ? ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ഒന്നല്ലെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ രോഗം പൂർണ്ണമാക്കുകയും അല്ലെങ്കിൽ പ്രോബ്ലംസ് റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാല്? ക്യാൻസർ പേഷ്യൻസിന് നൽകുന്ന റേഡിയേഷനുകളാണ്. അവർക്ക് എങ്ങനെയുള്ള റേഡിയേഷനുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈ എനർജി റേഡിയേഷൻ. ഈ ഹൈ എനർജി റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്ത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ വ്യാപനം തടയുന്നതിനോ അല്ലെങ്കിൽ ആ വ്യാപനം അല്ലെങ്കിൽ ആ സെൽസ് പെരുകുന്നതിനോ തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? റേഡിയേഷൻ ഓങ്കോളജി മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താ ലൊക്കേഷൻ? ലൊക്കേഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയ ലൊക്കേഷൻ. വായിച്ചു നോക്കട്ടോ.
വായിച്ചു നോക്കിയാ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണമെന്നാണ് അതിലൂടെ പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് പോയിന്റ് എന്താ? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എന്താ പറയുന്നത്? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ? താഴെ. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഗ്രൗണ്ട് ഫ്ലോർ എന്താ? താഴെയുള്ളതല്ലേ? ഏറ്റവും താഴെയുള്ള ഫ്ലോറിനെയാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്. The ground floor is the optimal location of sophisticated equipments like CT and MRI scanners. എന്താണ് sophisticated? സങ്കീർണമായ. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കണേ. സങ്കീർണമായ. സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാല് സങ്കീർണമായ. എന്താണ്? സങ്കീർണമായ ഉപകരണങ്ങളാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിലുള്ളത്. ഏതൊക്കെയാണ്? CT സ്കാൻ ഉണ്ട്, MRI സ്കാനേഴ്സ് ഒക്കെ, അങ്ങനെ പല സ്കാൻ ഡിപ്പാർട്ട്മെന്റുകളാണ്, അല്ലെങ്കിൽ പല സ്കാനിങ് മെഷീൻസ് ആണ് അതിനകത്തുള്ളത് അല്ലെ? അപ്പൊ എന്താണ്? അത് സങ്കീർണമായ എക്യുപ്മെന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഏറ്റവും യോജിക്കാവുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ സങ്കീർണമായ എക്യുപ്മെന്റ്സ് അല്ലെ? CT സ്കാൻ ഉണ്ട്, MRI സ്കാനുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ സ്കാനിങ് മെഷീൻസ് എന്നൊക്കെ പറയുന്നത് സങ്കീർണമായ എക്യുപ്മെന്റ്സുകളാണ്. ഈ എക്യുപ്മെന്റ്സുകള് വെക്കുന്നതിന് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. The department not only care of walk-in patients but also emergency patients who may be unable to walk or who require rapid scan to make a diagnosis. എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്തുണ്ടാവും? വാക്കിംഗ് പേഷ്യൻസ് അല്ലെ? നടന്നു പോണ പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എമർജൻസി ചിലപ്പോ എന്താണ്? സ്ട്രക്ചറിൽ കിടന്ന് പോണ രോഗികൾ, കിടപ്പ് രോഗികൾ ഉണ്ടാവും അല്ലെ? നടക്കാൻ പറ്റാത്ത രോഗികളും ഉണ്ടാവും. അവരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് അല്ലെ? ചിലപ്പോ നടന്നു പോണ രോഗികൾക്ക് എളുപ്പമായിട്ട് എന്താണ്? നടന്നു പോവാം. ഇപ്പൊ 2ാമത്തെ നിലയിലൊക്കെ ആണെങ്കിലും 3ാമത്തെ നിലയിലൊക്കെ ആണെങ്കിലും നടന്നു പോകാൻ പറ്റും. പക്ഷെ കിടപ്പ് രോഗികളെ കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഒപ്റ്റിമം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? നടന്നു പോണ രോഗികളെയും കിടപ്പ് രോഗികളെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഓക്കെ ആണോ? തേർഡ് പോയിന്റ്. ഓക്കെ, ഇനി എന്താ? ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഇത് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യന്റ്. എന്താണ് OPD പേഷ്യന്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് OPD? ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? എന്താണ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? അറിയോ? നമ്മൾ ആദ്യം മുതലേ പഠിക്കണേ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? OP പേഷ്യന്റ്. മരുന്ന് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കണ്ട് അഡ്മിറ്റ് ആവാത്തവര് അല്ലേ? ഓക്കെ. OP ചീട്ട് എടുക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, ഡോക്ടറെ കണ്ട് തിരിച്ചു പോകുന്നു. ഓക്കെ. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ OP പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. ഇൻ പേഷ്യന്റ് അറിയാലോ അപ്പൊ? ഓക്കെ. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ അതുപോലെ എന്താണ്? ഓക്കെ, എന്താണ്? OP പേഷ്യന്റുകളെ ആയാലും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ ആയാലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനായാലും എന്താണ്? ഈസിലി റീച്ചബിൾ അല്ലെ? പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്. ഈ ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത് എവിടെയായിരിക്കണം?
OP പേഷ്യന്റിനും ഇൻപേഷ്യന്റിനും അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾക്കും ഈസിലി റീച്ചബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ്? അതർ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ കൊണ്ടേ വെക്കാൻ പാടില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല എന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. എന്താണ് അതിനുള്ള കാരണം? എന്തായിരിക്കാൻ കാരണം? റേഡിയേഷൻ. വെരി ഗുഡ് റോഷ്നി. അല്ലെ, മറ്റുള്ളവർക്ക് എന്താണ് റേഡിയേഷൻ? ഇപ്പോ ഓരോ ക്വസ്റ്റ്യൻസിലും ചെയ്യുമ്പോ ഈ റേഡിയേഷൻ മറ്റുള്ള ആൾക്കാർക്കും കൂടി ബാധിക്കുന്നുണ്ട് അല്ലെ. ഒരു പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കൂടി സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇങ്ങനെ മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ വരുന്ന പേഷ്യന്റുകൾക്കും എന്താണ് ബുദ്ധിമുട്ടായിരിക്കും, റേഡിയേഷൻ ബാധിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ട് വെക്കാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് സം റൂംസ് ഫോർ എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ് അല്ലെ. എന്താണ് ഭാവിയില് എന്താണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വികസിപ്പിക്കണം അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്സിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് സം റൂമുകൾ അല്ലെ, കുറച്ച് റൂമുകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഏരിയയും അവിടെ ഉണ്ടായിരിക്കണം. ഭാവിയില് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വികസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇടണം എന്നാണ് ആ പോയിന്റിലൂടെ പറയുന്നത്. ഓക്കെ ആണോ? അതാണ് ലേറ്റർ ഡേറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഭാവിയിൽ എന്തെങ്കിലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൂമുകളോ അല്ലെങ്കിൽ കുറച്ച് ഏരിയാസുകളോ മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി required to be taken into account while setting the department. എന്താണ് പറയുന്നത്? എന്താണ് ഫ്ലെക്സിബിലിറ്റി? ഫ്ലെക്സിബിലിറ്റി മീനിങ് വഴക്കം. ചേഞ്ച്. എന്താണ് എക്സ്പാൻഡബിലിറ്റി? എന്താണ് എക്സ്പാൻഡബിലിറ്റി? വിപുലീകരണം. എക്സ്പാൻഡബിലിറ്റി മീൻസ് വിപുലീകരണം. ഫ്ലെക്സിബിലിറ്റി മീൻസ് പഴക്കം. എക്സ്പാൻഡബിലിറ്റി മീൻസ് വിപുലീകരണം. അപ്പൊ എന്താണ് അപ്ഗ്രേഡബിലിറ്റി? നവീകരണം. അപ്ഗ്രേഡബിലിറ്റി മീൻസ് നവീകരണം. ഇതെയോ? അപ്പൊ എന്താണ് ഇതിന് മുകളിലുള്ള പോയിന്റും ഈ പോയിന്റുകളും തമ്മിൽ എന്താണ് സെയിം ഇതാണ്, മീനിങ് ആണ് പറയുന്നത്. എന്താണ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് വിപുലീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചേർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് നോക്കണം. ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ എന്തെങ്കിലും നവീകരണം ഉണ്ടാകുമ്പോ ഇനി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സജ്ജീകരണം ഒരുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മനസ്സിലായോ?
അതിന് മുമ്പിലുള്ള പോയിന്റും ഏകദേശം സെയിം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ലൊക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെന്താണ്? സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുണ്ട്. അപ്പൊ അതിന് ഒപ്റ്റിമം ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പിന്നെ എന്താണ്? ഇൻപേഷ്യന്റിന്റെയും ഔട്ട് പേഷ്യന്റിന്റെയും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെന്താണ് പറയുന്നത്? OP പേഷ്യന്റിന്റെയും ഇൻപേഷ്യന്റിന്റെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളെയും കൂടി എന്താണ് അവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഈസിലി റീച്ചബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്. പിന്നെന്താണ്? അതർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ട് വെക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇത് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ എല്ലാവരിലോട്ടും പകരുന്നത് കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാക്കുന്നത് കൊണ്ട് പല ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് പാടില്ല. പിന്നെന്താണ്? ലെക്ചറിൽ അല്ലെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ഒക്കെ നടത്തേണ്ടി വരുമ്പോ എന്താണ് സം റൂംസ് അല്ലെങ്കിൽ സം ഏരിയാസ് ഒക്കെ ഇതിനു വേണ്ടി നമ്മൾ ഒഴിച്ചിടണം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? എന്തെങ്കിലും നവീകരണമോ പുതുക്കലോ ഒക്കെ ഇതിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണം. ഓക്കെ ആണോ? ലൊക്കേഷൻ വായിച്ചാൽ മനസ്സിലാവില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. എന്താണ്? ഭൗതികമായ സൗകര്യങ്ങളും സ്ഥല ആവശ്യങ്ങളും. ഭൗതികമായ സൗകര്യങ്ങളും സ്ഥല ആവശ്യങ്ങളും. Physical facilities and space necessities. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ അല്ലെ. നമ്മൾ എവിടെ ചെന്നാലും ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലെ. ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും ഉണ്ടാവും ഒരു റിസപ്ഷൻ. അപ്പോൾ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ഒരു റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? റിസപ്ഷൻ ഏരിയ ആയിരിക്കും. ആ റിസപ്ഷൻ ഏരിയയില് ആളുകൾ എന്ത് ചോദിക്കും നമ്മളോട്? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഏതിലാണ് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ പേരെന്താണ്, നമ്മൾക്ക് സ്കാൻ ആണോ എക്സ്റേ ആണോ ചെയ്യേണ്ടത്, അതുപോലെ ഏത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആണ് തന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യും? അവരത് അവരുടെ ബുക്കില് എഴുതി വെക്കും. അതാണ് ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് എന്താണ് പറയുന്നത്? പേഷ്യന്റ് വെയിറ്റിംഗ് റൂം അല്ലെ. ഇങ്ങനെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരിക്കും, ഞാൻ വിളിക്കാട്ടോ, വിളിക്കാം, സമയമാകുമ്പോ വിളിക്കാന്ന് പറയുമല്ലേ. അപ്പൊ എന്ത് ചെയ്യും? പേഷ്യന്റ് വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. ആദ്യമായിട്ട് എന്താണ് പറഞ്ഞത്? രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റിസപ്ഷൻ കൺട്രോൾ ഏരിയ ഉണ്ടായിരിക്കണം. സെക്കൻഡ് എന്താണ് പറയുന്നത്? പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള റൂം ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? തേർഡിൽ എന്താ പറയുന്നത്? സെക്രട്ടറി ഓർ ക്ലർക്സ് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റെക്കോർഡ്സ്. എന്താണ്? ഒരു ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഏരിയ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്യുന്നതിനും. ഏതൊക്കെ റിപ്പോർട്ടുകളാണ്? ഇപ്പൊ സ്കാനുകളാണോ എക്സ്റേ ആണോ എടുക്കേണ്ടത്, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതിനും അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിനുമുള്ള ഒരു ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയ ഉണ്ടായിരിക്കണം. 3 പോയിന്റ് മനസ്സിലായില്ലേ? ആദ്യം എന്താണ് പറഞ്ഞത്? രജിസ്ട്രേഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ കൺട്രോൾ ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള റൂം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയ ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അവ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? റേഡിയോളജിസ്റ്റ് ഓഫീസ് ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ എക്സ്റേ റൂംസ് ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ് അല്ലെ. എന്താണ്? റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കണം? ക്ലോസ് ലൊക്കേറ്റ് എന്തുമായിട്ട് ചെയ്തിരിക്കണം? എക്സ്റേ റൂംസുമായിട്ട്
ലൊക്കേറ്റ് ചെയ്തിരിക്കണം അല്ലെ. ആ എക്സ്റേ റൂമായിട്ട് നല്ല ക്ലോസ്ലി റിലേറ്റ് ചെയ്തിട്ടാവണം റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാ റേഡിയോളജിസ്റ്റ്? ആരാ റേഡിയോളജിസ്റ്റ്? ഉറങ്ങിയ എല്ലാവരും? റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ടെക്നീഷ്യൻസ് ഒക്കെ അല്ലെ, ടെക്നോളജിസ്റ്റ്. ഓക്കെ. അപ്പോ എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫിനെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ ഒക്കെയാണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എന്തുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കണം? എക്സ്റേ റൂംസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. കാരണം എന്താണ്, എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾക്ക് ഫിലിം രൂപത്തിലാണ് നമ്മൾക്ക് അതിന്റെ ഫിലിമായിട്ടാണ് നമുക്ക് എക്സ്റേയുടെ റിപ്പോർട്ടുകളൊക്കെ കിട്ടുക അല്ലെ. അപ്പൊ ആ റിപ്പോർട്ട് ചാർട്ട് ചെയ്യുന്നതിനും അത് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എക്സ്റേ റൂംസുമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? 4 പോയിന്റും. എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? റിസപ്ഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടായിരിക്കണം അല്ലെ. അങ്ങനെ നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവർ പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കുക, വെയിറ്റിംഗ് റൂമിൽ ഇരുന്നോളൂ, ഞങ്ങൾ വിളിക്കാൻ പറയും. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്റേ പോയി എടുക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലർക്ക് ഏരിയ ഉണ്ടാവും അല്ലെ. നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ. ചിലവർ എക്സ്റേ എടുക്കുന്നവരുണ്ടാവും, ചിലവർ സ്കാൻ ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ഡിഫറെന്റ് സ്കാനുകളായിരിക്കും ചിലവർ ചെയ്യാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്ത് കളക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. അതാണ് ക്ലർക്ക് ഏരിയ, അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത് എക്സ്റേ റൂമായിട്ട് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് അത് ആ ഫിലിംസ് അല്ലെ, ഫിലിം ചാർട്ട് ചെയ്ത് വെക്കാൻ, അത് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാനും ഫിലിം ചാർട്ട് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് വെക്കാനായിട്ടൊക്കെ എങ്ങനെ വേണം എന്ന് പറഞ്ഞത്, റേഡിയോളജിസ്റ്റിന്റെ ഓഫീസും എക്സ്റേ റൂംസും ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണം. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ലൊക്കേഷനും ഈ 4 പോയിന്റുകളൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയായിരുന്നോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആണ് റേഡിയേഷൻ റിസ്ക്. എന്താണ്? അപകട സാധ്യത അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ പേഷ്യൻസിനും എന്താണ്, അപകട സാധ്യതകൾ ഉണ്ട് അല്ലെ. റേഡിയേഷൻ ചെയ്യുമ്പോൾ, രോഗികൾക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് വരാം, റേഡിയേഷൻ റിസ്കുകൾ വരാം. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് മണ്ണാണ് സിവിയർ ഇഫക്റ്റ്, ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം അല്ലെ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 2 ഇഫക്റ്റുകളും ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് കഠിനമായ അല്ലെ. സിവിയർ എന്ന് പറഞ്ഞാല് കഠിനമായ.
ഹെവി ഡോസ് ആണ് അല്ലെ അവിടെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഷോർട്ട് ടൈമിലേക്ക് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഫക്റ്റുകൾ ഉണ്ടാവും. ഹെവി ഡോസ് ആണ്, സിവിയർ ഇഫക്റ്റുകൾ ഹെവി ഡോസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഷോർട്ട് ടൈം ആയിരിക്കും, ഷോർട്ട് ടൈം ഇഫക്റ്റുകൾ ആയിരിക്കും അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ്, സെറിബ്രൽ. എന്താണ് സെറിബ്രൽ എന്ന് പറഞ്ഞാല്? സെറിബ്രൽ ഹെഡ് അല്ലേ, തലയിൽ ഉണ്ടാവുന്ന ഇഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ സെറിബ്രൽ എന്ന് പറഞ്ഞാല് തലയിൽ ഉണ്ടാവുന്ന ഇഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് കൺവെൽഷൻസ്. എന്താണ് കൺവെൽഷൻസ്? ഒരു തരം വിറയൽ അല്ലേ, വിറയൽ ഉണ്ടാകുന്നു. എന്താണ് കൺവെൽഷൻസ് എന്ന് പറഞ്ഞാല്? വിറയൽ. നോട്ട് ചെയ്ത് വെക്കണേ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം. കൺവെൽഷൻസ് എന്ന് പറഞ്ഞാല് വിറയൽ. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. എന്താണ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ? കാഴ്ച മറയൽ. കാഴ്ച മങ്ങൽ. കറക്റ്റാണ് കേട്ടോ അതിരാ. അപ്പോ ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാല് കാഴ്ച മങ്ങൽ അല്ലെങ്കിൽ കാഴ്ച മറയൽ എഴുതാം. പിന്നെ എന്താണ് ഹെഡേക്ക്? അറിയാവോ നിങ്ങൾക്ക്? തലവേദന ഉണ്ടാവാം. അപ്പൊ തലച്ചോറിൽ ഉണ്ടാവുന്ന ഇഫക്റ്റുകളാണ് നമ്മൾ പഠിച്ചത് കൺവെൽഷൻസ് അല്ലെ, ഒരുതരം വിറയൽ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് കാഴ്ച മങ്ങൽ ഉണ്ടാവും. പിന്നെ എന്താണ് തലവേദന. ഇനി ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് ഭാഗമായിരിക്കും ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാല്? സ്റ്റോമക്. വയറിന്റെ ഭാഗത്തുള്ള എഫക്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. വയറിന്റെ ഭാഗം. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാല് വയറ്, വയറുമായിട്ട് ബന്ധപ്പെട്ടത്. ഫസ്റ്റ് വണ്ണാണ് നോസിയ. എന്താണ് നോസിയ? നോസിയ ഓക്കാനം. 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 പിന്നെ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, ഛർദിക്കാൻ വരുന്നതിനെയാണ് വൊമിറ്റിംഗ്, ഛർദി. ഇനി ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. എന്താണ് അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അടിവയർ അല്ലെ, അടിവയറിന്റെ ഭാഗത്ത് വേദന ഉണ്ടാവുന്നത്. അടിവയർ. അബ്ഡോമൻ എന്ന് പറഞ്ഞാല് അടിവയർ. അടിവയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടാകുന്നു. അപ്പൊ ഗ്യാസ്ട്രിക് നമ്മൾ പറഞ്ഞത് എന്താണ്? നോസിയ, വോമിറ്റിംഗ്, അതുപോലെ അടിവയർ അല്ലെ. അബ്ഡോമൻ എന്ന് പറഞ്ഞാല് അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറഞ്ഞാല് വയറിന്റെ ഭാഗത്ത്, അടിവയറിന്റെ ഭാഗത്ത് എന്തെങ്കിലും വേദന ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇഫക്റ്റുകള് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തതാണ് ബ്ലഡ് അല്ലെ, അനീമിയ. എന്താണ് അനീമിയ? വിളർച്ച. വെരി ഗുഡ്. വിളർച്ച ഉണ്ടാവും. എന്താണ് മാരോ ഡിപ്രഷൻ? ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ മാരോ ഡിപ്രഷൻ. ബോൺ മാരോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബോൺ മാരോ എന്താണ്? ബോൺ മാരോ അസ്ഥിമജ്ജൽ അല്ലെ, സോഫ്റ്റ് ടിഷ്യൂസ്, ബോണിന്റെ ഉള്ളിലെ സോഫ്റ്റ് ടിഷ്യൂസ്. അപ്പൊ ഈ ബോൺ മാരോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ബോണിന്റെ ഉള്ളിലുള്ള സോഫ്റ്റ് ടിഷ്യൂസിന്റെ പ്രവർത്തനം കുറയുക. അറിയാമോ നിങ്ങൾക്ക്? ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ബ്ലഡിൽ വരുന്ന ഇഫക്റ്റുകളാണ് പറയുന്നത് അനീമിയ, വിളർച്ച അല്ലെ. പിന്നെന്താണ്? ബോണിന്റെ സോഫ്റ്റ് ടിഷ്യൂസിന്റെ പ്രവർത്തനം കുറയുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് കുറയുക, മാരോ ഡിപ്രഷൻ. അപ്പൊ സിവിയർ ഇഫക്റ്റില് പറയുന്നത് ഏതൊക്കെയാണ്? സിവിയർ എന്ന് പറഞ്ഞാല് രോഗികൾക്ക് ഹെവി ഡോസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇഫക്റ്റുകളായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. സെറിബ്രൽ, തലച്ചോറിൽ ഉണ്ടാവും അല്ലെ. തലച്ചോറിൽ ഏതൊക്കെയാണ് ഉണ്ടാവുന്നത്? തലച്ചോറില് കൺവെൽഷൻസ്, അതുപോലെ പിന്നെന്താണ് കാഴ്ച മറയല്, ഹെഡേക്ക്. പിന്നെന്താണ് വയറുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റുകൾ എന്തൊക്കെയാണ്? നോസിയ. പിന്നെന്താണ് വൊമിറ്റിംഗ്. പിന്നെന്താണ് അബ്ഡോമൻ അല്ലെ, വയറിന്റെ
ഭാഗത്തുണ്ടാവണ വേദനകള്. പിന്നെ എന്താണ് ബ്ലഡില് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാല് വിളർച്ച ഉണ്ടാവും. അതുപോലെ ബോണിന്റെ സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ ഉണ്ടാകുന്ന അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? സിവിയർ ഇഫക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ക്രോണിക് ഇഫക്റ്റ്. സിവിയറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ ക്രോണിക് ഇഫക്റ്റ്. എന്താണ് അവിടെ? സിവിയർ ഇഫക്റ്റിൽ എന്താണ്? ഹെവി ഡോസ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ലോ ഡോസ് ആയിരിക്കും അല്ലെ, ചെറിയ ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ അവിടെ എന്താണ്? ഷോർട്ട് ടൈം ഇഫക്റ്റ് ആയിരിക്കും. ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഇഫക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ലോങ് ടൈമിലായിരിക്കും ഇഫക്റ്റുകൾ സംഭവിക്കുന്നത്. അത് എന്താണ്? അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവാം, രോഗികൾക്കും സംഭവിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല്? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. പിന്നെന്താണ്? ചെറിയ തരത്തിലുള്ള ഡോസുകളാണ് കൊടുക്കുന്നത്. പിന്നെ സ്കിൻ, ഫസ്റ്റ് വൺ ആണ് സ്കിൻ അല്ലെ. സ്കിന്നിൽ എന്താണ്? ഹെയർ ലോസ് ഉണ്ടാവും. ബ്രിറ്റിൽ നെയിൽസ്, എന്താണ്? നഖം പൊട്ടിപ്പോകുന്നത്. ഓക്കെ, അറിയാം. പിന്നെന്താണ്? ബ്ലഡില് അനീമിയ, ലുക്കീമിയ. എന്താണ് ലുക്കീമിയ? ബ്ലഡ് ക്യാൻസർ. ഓക്കെ, പിന്നെന്താണ്? ഐയിൽ എന്താണ്? കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിരം അല്ലെ. ചിലപ്പോ തിമിരം വരാൻ സംഭവിക്കും. ഓക്കെ, ഇനി അതേഴ്സ്. സ്റ്റിറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിറിലിറ്റി വന്ധ്യത. സ്റ്റിറിലിറ്റി എന്ന് പറഞ്ഞാല് വന്ധ്യത. ഒബിസിറ്റി അറിയാലോ, പൊണ്ണത്തടി. ക്യാൻസർ അതിന്. ഓക്കെ, അപ്പൊ എന്താണ്? ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിരിക്കും ഇഫക്റ്റുകൾ ഉണ്ടാവുന്നത്. അത് ഉള്ളിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പേഷ്യൻസിന് സംഭവിക്കാം. പിന്നെ എന്താണ്? ചെറിയ തരത്തിലുള്ള ഡോസ് ആയിരിക്കും ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. സ്കിന്നിൽ അല്ലെ ഹെയർ ലോസ് ഉണ്ടാവും, നഖം പൊട്ടിപ്പോകും. പിന്നെന്താണ്? അനീമിയ, ലുക്കീമിയ ഒക്കെ സംഭവിക്കും ബ്ലഡില്. പിന്നെ തിമിരം, കണ്ണില് തിമിരം ഉണ്ടാവും. പിന്നെന്താണ്? വന്ധ്യത. അതേഴ്സിൽ പറയുന്നത് എന്താണ്? വന്ധ്യത, ഒബിസിറ്റി, പൊണ്ണത്തടി, ക്യാൻസർ, അങ്ങനെയുള്ള എഫക്റ്റുകളും സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്രയും എടുത്തത് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാരും പഠിച്ചിട്ടുണ്ടോ? കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കേ. ഓക്കെ.